ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടൂട്ടി ഫ്രൂട്ടി ആയിട്ടാണ് കേട്ടോ. നമ്മൾ കേക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ സാധാരണ കടയിലൊക്കെ പോയി വാങ്ങിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് കടയിലൊന്നും പോയി വാങ്ങിക്കാതെ നമുക്ക് പപ്പായ വെച്ചിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് 2 പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ ഉൾവശം ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ ഈ ഉൾവശം ഇതിലേക്ക് ചേർക്കുന്നില്ല. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉൾവശം കട്ട് ചെയ്ത് കളയുന്നത് കേട്ടോ. ഇത് നമ്മൾ മാക്സിമം ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നാൽ നമുക്ക് കുക്ക് ചെയ്യാനും വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ വലിയ പീസായാൽ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഈ പപ്പായ മുഴുവനായിട്ടും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഈ പപ്പായ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പപ്പായാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിള വരുന്നുണ്ട്. നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത പപ്പായ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഈ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കൊരു 4 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റ് 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ജസ്റ്റ് വറ്റി വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പപ്പായ കറക്റ്റ് പരുവായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഷുഗർ സിറപ്പ്. അപ്പോൾ അതുപോലെ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടെങ്കിൽ നമ്മുടേത് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 3 ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ബൗളിലേക്കും ഒരേ അളവിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇതിലേക്ക് കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ബൗളിലേക്ക് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ ഞാൻ 3 ബൗളിലേക്കായിട്ട് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ബൗളിലേക്കും ഒരു ഡ്രോപ്പ് വീതം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബൗളിലേക്ക് ഗ്രീൻ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ച് ഫുഡ് കളറാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിവിടെ 3 ബൗളിലേക്കും കളറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 12 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ 12 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലുണ്ടായിരുന്ന ഷുഗർ സിറപ്പൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബൗളിലേക്കായിട്ട് 3 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പപ്പായ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ 3 ബൗളിലേക്കായിട്ടും പപ്പായ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഈ 3 കളറുള്ളതും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിതാ 3 കളറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കടയിലൊന്നും പോയിട്ട് ടൂട്ടി ഫ്രൂട്ടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ടൂട്ടി ഫ്രൂട്ടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.